NSSനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ്. ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ സന്ദർശിച്ചു. ഇന്നലെയായിരുന്നു കൂടിക്കാഴ്ച. കൊടിക്കുന്നിൽ സുരേഷ് MP-യും സുകുമാരൻ നായരെ കണ്ടിരുന്നു. റാഫി കരീം കോട്ടയത്ത് വിവരങ്ങളുമായിട്ട്. റാഫി, ഈ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ സമദൂരം തന്നെ പിന്തുടരും എന്ന് NS ജനറൽ സെക്രട്ടറി പറയുമ്പോഴും ഈ ഇടതാഭിമുഖ്യം പുലർത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കുമല്ലോ ഒരു അനുനയത്തിന്റെ ഭാഗമായി PJ കുര്യനെയും പോലെയുള്ള നേതാക്കൾ ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിയെ കണ്ടത്. എന്താണ് ഈ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത്? കോൺഗ്രസ് ഇതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ എന്താണ്? കോൺഗ്രസ് നേതൃത്വത്തിന്റെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? GK, രാഷ്ട്രീയ നിലപാടിൽ സമദൂരം എന്ന് തന്നെയാണ് NSS ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PJ കുര്യൻ വ്യക്തമാക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവായ PJ കുര്യൻ ഇന്നലെയാണ് പെരുന്നയിലെത്തി സുകുമാരൻ നായരെ കണ്ടത്. ആ കൂടിക്കാഴ്ചയിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും. പ്രധാനമായും ഈ ശബരിമല വിഷയത്തിലെ സർക്കാർ നിലപാടിൽ വരുത്തിയ മാറ്റത്തെ മാത്രമാണ് G സുകുമാരൻ നായർ പിന്തുണച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഈ പിന്തുണ അത് രാഷ്ട്രീയ നിലപാടല്ല. രാഷ്ട്രീയ നിലപാട് വിഷയത്തിൽ NSS ഇപ്പോഴും സമദൂരമാണ് എന്നുള്ളതാണ് PJ കുര്യൻ വ്യക്തമാക്കുന്നത്. ഇന്നലെ തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള കാരണം അത് NSSനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കാരണം നേരത്തെ തന്നെ കോൺഗ്രസുമായുള്ള അകൽച്ചയിലാണ് NSS എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. CPM-നോട് 9 വർഷമുണ്ടായിരുന്ന നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി കൂടുതൽ അടുക്കുന്നതിന്റെ സൂചനകളും പുറത്തു വന്നിരുന്നു. ഇതിനെതിരെ NSS നിന്ന് തന്നെ ശക്തമായ വിമർശനങ്ങളും ഒപ്പം തന്നെ പലതരത്തിലുള്ള പ്രതിഷേധ ശബ്ദങ്ങളും ഉയർന്നു വരുന്നതും കണ്ടിരുന്നു. ഒരു വേള ഇത് പരസ്യമായി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഈ അനുനയ നീക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കാണുന്നതും ചർച്ചകൾ നടത്തുന്നതും ഇതിന്റെ ഭാഗമായി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ MP കൊടിക്കുന്നിൽ സുരേഷും NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കണ്ടതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നലെയാണ് PJ കുര്യൻ തന്നെ നേരിട്ടെത്തി സുകുമാരൻ നായരെ കണ്ടിരുന്നത്. നേരത്തെ തന്നെ കോട്ടയത്തെ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സുകുമാരൻ നായരെ വേണ്ടി വന്നാൽ കാണുകയും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും ഒരു മധ്യസ്ഥ റോൾ വഹിക്കുന്നതിന് താൻ തയ്യാറാണെന്നും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സമദൂര നിലപാട് തന്നെയാണോ NSS എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോട് സുകുമാരൻ നായർ വ്യക്തമാക്കിയത് രാഷ്ട്രീയ നിലപാട് വ്യക്തവും ശക്തവുമായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ്. സമദൂരമാണോ എന്നുള്ള ചോദ്യത്തിനാണ് ഇത്തരം മറുപടികൾ സുകുമാരൻ നായർ നൽകിയതും. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.